പോടി അവിടുന്ന്. ചുമ്മാ കളിയാക്കണ്ട. നിന്റെ കല്യാണം ആവുമ്പോ നിനക്ക് മനസ്സിലാവും. ഇന്ന് മെഹന്തി ഇടാൻ ആള് വരാന്നാ പറഞ്ഞ. അയാൾ വന്നു തോന്നുന്നു. ശരി എന്നാല്. നീ മെഹന്തി ഇടാൻ വന്നായിരിക്കൂല്ലേ? കേറി വാ. ഇവിടെ ഇരിക്കാം. നിനക്കിപ്പോ ഇതല്ലേ പരിപാടി? ജീവിക്കണ്ടേ? നിന്നെ ഞാൻ അന്ന് തേച്ചിട്ട് പോയത് എത്ര നന്നായി. ഈ മെഹന്തിയും കൊണ്ടൊക്കെ എന്ത് വരുമാനം കിട്ടാനാ? ഞാൻ കെട്ടാൻ പോകുന്നതേ US എഞ്ചിനീയറാ. മാസം 4 ലക്ഷം രൂപ സാലറി ഉണ്ട്. പിന്നെ ഫ്ലാറ്റ്, കാറ് വേറെ. ഇതുകൊണ്ടൊക്കെ നിനക്ക് ജീവിക്കാനുള്ളത് വല്ല കിട്ടുവോടാ? നിന്നെ കെട്ടിയിരുന്നെങ്കിലുള്ള എന്റെ അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റില്ല. നിന്റെ ഡിസൈൻ കൊള്ളാം. ഞാൻ ഇതിന്റെ ഫോട്ടോ എന്റെ US ഫുഡ്ബിക്ക് ഒന്ന് അയച്ചു കൊടുക്കട്ടെ. ഹലോ ഡാർലിംഗ്, ഞാൻ എന്റെ മെഹന്തിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. US ടൈമല്ലേ, എണീക്കുമ്പോ ലേറ്റ് ആവും. യു നോ ഹീസ് വെരി സ്വീറ്റ്. മാഡം കഴിഞ്ഞു. ചാർജ് എത്രയാ? മാഡം 1000 rupees. മാഡം 800 തന്നാൽ ഒരു കൈ മാത്രമല്ലേ ചെയ്തോളൂ. പഴയ നമ്പർ തന്നെയല്ലേ? നിനക്ക് ഞാൻ 2000 ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. താങ്ക് യു മാഡം. ഞാൻ ഇറങ്ങട്ടെ. പോകല്ലേടാ, നിക്ക്. 2-ാം തീയതിയാ കല്യാണം. ഉച്ചയ്ക്ക് ഉണ്ടാണെങ്കിലും നീ വരണം. ഇൻവിറ്റേഷൻ ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. ആരാടി ആദി? അല്ല ഞാൻ അത് പിന്നെ. നീ എന്റെ അടുത്ത് കള്ളം പറയരുത്. അല്ല ആദ്യം എങ്ങനെ നിങ്ങൾക്കറിയാം? ഈ കല്യാണം നടക്കില്ല. അല്ല എന്താ പ്രശ്നം പറ. നിന്റെ പഴയ കാമുവിന്റെ പേരാ നിനക്കറിയാം. അല്ല ഞാൻ അത് പിന്നെ. ഈ കല്യാണം നടക്കില്ല. അല്ല എന്താ പ്രശ്നം പറ. നോക്കടി നിന്റെ മെഹന്തിയിൽ എന്നെ എഴുതി വെച്ചാണോ? പഴയ കാമുവിന്റെ ഓർമ്മയോടെ ഇപ്പോഴും അവന്റെ പേരെ മെഹന്തി ഇട്ട്. എനിക്ക് നിന്നെ വേണ്ട. നീ ആയിട്ടുള്ള കല്യാണത്തിന് എനിക്കൊരു താല്പര്യമില്ല. ഈ കല്യാണം നടക്കില്ല. എടാ ദുഷ്ടാ, നീ എനിക്കിട്ട് പണം തല്ലേ?